എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് വിഷു ആഘോഷിക്കാൻ പോകുന്നത്. പിന്നെ അപ്പച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടേക്ക് പോവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് വിഷു ആഘോഷിക്കാൻ. അപ്പം ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കണ്ണൂരേക്ക് വിഷു ആഘോഷിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് പോവാണ്. അപ്പം ഞങ്ങൾ സമയം 7 മണിക്കാണ് ഇറങ്ങിയത്. ട്രെയിനിൻ്റെ ട്രാക്ക് കണ്ടപ്പോൾ പറഞ്ഞു, ലാജി ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. പറഞ്ഞപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയി. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് നല്ല രസമുള്ള മുല്ലപ്പൂ ഉണ്ടായപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പച്ചി വാങ്ങി തന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. മുല്ലപ്പൂ കണ്ട് എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ആരാണ് മനസ്സിലാവണം. സുവർഗവും കണ്ട വിഷുവിൻ്റെ മുമ്പ് 2 ദിവസം ആയപ്പോഴാണ് സിനോങ്കിള ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പം അങ്കിള് പറഞ്ഞിരുന്നു വിഷുവിന് എന്തായാലും വരണമെന്ന്. മാഹി കണ്ണൂർ പുതിയ വൈറ്റ് പാസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പച്ചി പറഞ്ഞു നല്ല മനോഹരമായ കാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പച്ചി പറഞ്ഞ് കോളേജൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പച്ചി സിനിമ സ്ഥലം വെച്ച് ഭയങ്കര പൊക്കലായിരുന്നു. ആ സിനിമ സ്ഥലം കൊടുത്ത് മിനി ഡാക്സിൻ്റെ ക്ലബൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ സിനങ്ങളെ വീട്ടിലോട്ടേക്ക് കയറണം. അതാണ് സിനങ്ങളെ വീട്ടില്. അപ്പം സുദിനാൻറ്റി നമ്മൾക്ക് ജ്യൂസ് ഇട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് സിനങ്ങളുടെ വീട്ടിലെ വിഷുക്കണി. അപ്പം വീടിൻ്റെ വീഡിയോസ് അധികം എടുത്തിട്ടില്ല. അപ്പം ആദ്യം ഫ്രണ്ട്സും TV കാണാണ്. സദ്യൻ്റെ സമയം ആയിട്ടുണ്ട്. അപ്പൊ സദ്യനേന്തി പല ഐറ്റംസ് എടുത്തിട്ടുണ്ട് സദ്യക്ക് ഉണ്ടാക്കുന്നത്. പുളിശ്ശേരി, പൈനാപ്പിൾ, അച്ചടി, കിച്ചടി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പുളിഞ്ചിയാണ്. ഞങ്ങളെ നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ട്. സുദിനാൻറ്റിൻ്റെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. 12 ഐറ്റംസ് ഉള്ള സദ്യയാണ് ഇപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സുദിനാൻറ്റിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സദ്യ ആൻറ്റി അങ്ങനെയല്ല ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി വരുന്നതാണ്. 2 തരം പായസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു. വിഷു ആഘോഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവാനായി. അപ്പം ഇപ്പച്ചാണ് ഫസ്റ്റ് കാർ ഷെഡിലിട്ടത്. ബൈ ബൈ.